ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ യാത്ര IMG വേൾഡിലേക്കാണ്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് കാണാം. IMG വേൾഡ് തുറക്കുന്നത് 12 മണി മുതലാണ്. അതുകൊണ്ട് നമ്മൾ അതിന് തൊട്ട് മുന്നെയാണ് ഇവിടെ എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാഗ് ചെക്കിംഗ് ഉണ്ട്. നമുക്ക് ഫുഡ് ബെവറേജസോ ഒന്നും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിൻ്റെ എൻട്രൻസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൗണ്ടേഴ്സ് കാണാം. അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗ് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഫുഡും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വരുന്ന വണ്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. IMG വേൾഡ് അറിയപ്പെടുന്നത് തന്നെ ദുബായ്സ് ലാർജസ്റ്റ് ഇൻഡോർ തീം ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നാണ്. ഇവിടെ 6 സോൺസ് ഉണ്ട്. മാർവൽ, ലോസ് വാലി, കാർട്ടൂൺ നെറ്റ്വർക്ക്, ബോൾവാർഡ്, ഹോണ്ടഡ് ഹൗസ് ആൻഡ് കിഡ് സോൺ. കിഡ് സോൺ ശരിക്കും നന്ന ചെറിയ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകാൻ നിന്നില്ല. ബാക്കിയുള്ള 5 സോൺസും നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സോണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ സോണിലുള്ള മാക്സിമം റൈഡ്സ് കയറാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സോണിൽ കയറാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ആ സോണിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ കുറേ നടക്കുന്നുള്ള നടത്തം ഒഴിവാക്കാനായിട്ട് ഒരു സോണിൽ കയറിയാൽ മാക്സിമം അതിലുള്ള എല്ലാ റൈഡ്സും എൻജോയ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഓരോ റൈഡിനും അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ചില റൈഡൊക്കെ ഓപ്പൺ ആവുന്ന തന്നെ 4 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ റിസപ്ഷനിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു മാപ്പ് ഉണ്ട്. അത് നോക്കി വെക്കുക, കയ്യിൽ വാങ്ങിക്കുക. അതുകൊണ്ട് വേണം നടക്കാനായിട്ട്. അത് നിങ്ങളുടെ ഈ ഒരു പാർക്ക് വിസിറ്റ് വളരെയധികം ഈസിയാക്കി തരും. ഇവിടെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൂടെയെല്ലാം നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഡൈനോസറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം അനുസരിച്ച് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് റൈഡുകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ടിക്കറ്റിൻ്റെ കൂടെയുള്ള ഫുഡാണത്. ബർഗറും വിങ്സും നമ്മളതാണ് ചൂസ് ചെയ്തത്. വെജ് നോൺ വെജ് രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഏറ്റവും സ്കെയറിയസ്റ്റ് റൈഡാണ് ഈ കാണുന്നത്. ഈ ഒരു റൈഡ് ഏത് പ്രായക്കാർക്കും കയറാവുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് പറ്റിയ വളരെ നല്ലൊരു റൈഡ് തന്നെയാണിത്. Please welcome today's science imagery brought by the Human Dog. ഈ റൈഡിൽ ഹൈറ്റ് ഭയങ്കരമായിട്ട് പേടിയുള്ളവർ കയറാതിരിക്കുന്നതാണ് നല്ലത്. വലിയ ബുദ്ധിമുട്ടുള്ള റൈഡൊന്നുമല്ല, നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന റൈഡൊന്നുമല്ല. ഫാസ്റ്റിൽ പോലെ വളരെ സ്ലോയിൽ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്ട് ഒരുവിധം നമുക്ക് ചുറ്റി കാണിച്ചു തരുന്ന ടൈപ്പ് റൈഡാണിത്.
നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് ഹോണ്ടഡ് ടൗൺ ആണ്. ഇവിടെയാണ് ഹോണ്ടഡ് ഹോട്ടലുള്ളത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18+, 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഇവിടെ അനുവദിക്കൂ. കുട്ടികളാണെന്ന് കണ്ടാൽ തന്നെ അവർ എമിറേറ്റ്സ് ഐഡി ചോദിക്കും. അതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ളവർ ഇതിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്, ക്യൂ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ നിൽക്കുന്ന നേരത്ത് തന്നെ 2-3 കുട്ടികൾ അതിൻ്റെ ഇടയിൽ കയറി നിന്നു. അവർ സമ്മതിച്ചില്ല, അവരവരുടെ തിരിച്ചു വിട്ടു. 3 മണി മുതലാണ് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഷോ ഉണ്ടാവും. അങ്ങനെ 9:30 മണി വരെയാണ് ഈ ഷോ ഉണ്ടാവുക. അങ്ങനെ IMG വേൾഡിൻ്റെ വിസിറ്റും കഴിഞ്ഞു. നമ്മൾ ബൈ ബൈ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.